ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ അണ്ടനും അടകോടനും ഈ യൂട്യൂബുള്ള കാലമാണ്. ഈ ഇസ്ലാം മതത്തെ പുകഴ്ത്തി പറയുന്ന കുറേ മൊണ്ണകള് തന്നെ ഞാൻ പറയും, നല്ല അസൽ മൊണ്ണകള്. മതം ഉപേക്ഷിച്ചാൽ മനുഷ്യനാവും, അതെന്ത് കോൺസെപ്റ്റാണ്? അതെങ്ങനെയാ? മതമുള്ള മനുഷ്യനല്ലേ? ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മതവുമുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നീ ഇപ്പൊ പറഞ്ഞ പന്നിയിറച്ചൊന്നും കഴിക്കുന്നില്ല. എനിക്ക് പന്നിയിറച്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് ബീഫ് ഇറച്ചി ഇഷ്ടമായോണ്ട് ഞാൻ കഴിക്കുന്നു. അടിച്ചേൽപ്പിക്കാൻ നോക്കാം, അതുകൊണ്ട് ഞാൻ മനുഷ്യനല്ലാതാവും. പന്നിയിറച്ചി തിന്നില്ലെങ്കിൽ ഞാൻ മനുഷ്യനാവും. ജസ്ന തട്ടം ഉപേക്ഷിച്ചാല് ഞങ്ങൾക്ക് എന്താ? ജസ്ന പോയിക്കോട്ടെ. ജസ്ന പോയാൽ ഇസ്ലാം എന്താ നശിച്ചു പോവോ? ഇവർക്ക് ജസ്ന പോയത് പ്രശ്നമില്ലേ, പിന്നെ ഇവരെന്തിന് ജസ്നെ പറ്റി സംസാരിക്കണം? വീണ്ടും 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 ഈ മതത്തിനെ പറഞ്ഞു ഞാൻ ഇവർ എന്തിന് എന്റെ പേരെടുത്തിടണം? ഇവര് അത്രമേൽ മതം ഇങ്ങനെ തലക്ക് പിടിച്ചിട്ടുള്ള ആളാണെങ്കിൽ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടുണ്ടാവും. എല്ലാ മതവും ആത്യന്തികമായിട്ട് പറയുന്നത് മനുഷ്യൻ സഹോദരനായിട്ട് സാഹോദര്യത്തോടുകൂടി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവരാരും തന്നെ സഹോദരനും സഹോദരിയുമായിട്ട് കാണും? അല്ല, ഞാൻ അതിനോടൊന്നും മതമുള്ളവനും മതമില്ലാത്തവനും ഹിന്ദുവും ക്രൈസ്തനും പാഴ്സിയും സിഖനും ബുദ്ധനും ജൈനനും എല്ലാം വളരെ ഏകത്വത്തോടുകൂടി, നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്റെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 4 മാസത്തിൽ എഴുതിയ കാര്യങ്ങളെ നടക്കുള്ളൂ. അത് ആർക്കും തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങനെ നടക്കും. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് മതമില്ലാതെ മരിക്കാനാണ് യോഗമെങ്കിൽ അത് അങ്ങനെ നടക്കുള്ളൂ. അത് നീയോ ഞാനോ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. പക്ഷെ വിശ്വാസമുള്ള ആൾക്കാരെ നമ്മൾ കളിയാക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സംസാരമുണ്ട്, യത്തീം പിള്ളേരെ വിവാഹം കഴിക്കണം. യത്തീം പിള്ളേരെന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവർക്ക് പറയുന്നത്, അതായത് ബാപ്പായും ഉമ്മയും നഷ്ടപ്പെട്ടവർ യത്തീം പിള്ളേരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട്. എന്റെ നാട് ഇരട്ടുപേട്ടയാ. സ്വർഗം കിട്ടുന്നുള്ള വിശ്വാസം. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം ഒന്നുമില്ലായ്മ വരുന്നവരെ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്ന കുടുംബങ്ങളും ഇന്നുണ്ട്, വലിയ സാമ്പത്തികം. അതുകൊണ്ട് അവർക്കൊക്കെ വേദനയാവും ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഈ 5 വിരല് കണ്ടോ, 5 രൂപത്തിലാണ്, അതേപോലെയാണ് മനുഷ്യരും. അത്രമാത്രം കൂട്ടിയാൽ മതി. ഇതിനൊക്കെ ഉള്ള ഉത്തരം അത് മാത്രമാണ്. എന്റെ പോയിന്റിലേക്ക് വന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ ചെയ്യാത്ത തെറ്റിട്ടതാകി. അപ്പൊ 3ാമത്തെ ആളാണ് സലീം എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആള് വന്നു, ആളെന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവരുടെ വിചാരം സലീമിക്കയുടെ എൻട്രി, ഇക്കാക്കയുടെ എൻട്രി 1.5 എൻട്രി ആയിപ്പോയി മക്കളെ. എന്താണെന്നറിയോ, ഞാനൊരു കല്യാണത്തിന് പോയതാ. കല്യാണപ്പുരയിൽ വെച്ചിട്ടാ ഇക്കാക്കന്നെ കാണുന്നത്. മറ്റേ എന്താ പറയാ, നമുക്ക് പിള്ളേച്ച ചന്തി എന്ന് പറയണോ, അത് ഏതായാലും കേസെടുക്കാനുള്ള വകുപ്പില്ല. അപ്പൊ എനിക്ക് ചന്തിക്ക് താഴെ മുടിയുള്ള ഒരാളായിരുന്നു. ഇക്കാക്ക ഈ മുടി കണ്ടു അവിടെ വീണു, ഫ്ലാറ്റ്. ഇക്കാക്കക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയണ്ട, ഞാൻ പഠിച്ചിട്ടില്ല, അറിയണ്ട, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അറിയണ്ട, എനിക്ക് ആ കുട്ടി മതി. ഇഷ്ടായി. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. നവംബർ 22-ാം തീയതിയാണ് ഞാൻ കല്യാണത്തിന് പോകുന്നത്. അന്നാണ് ഇക്കാക്ക ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ വീട്ടുകാരെ വിട്ട് ഡിസംബർ 18-ന് വിവാഹ നിശ്ചയം, ജനുവരി 18-ന് വിവാഹം 2009. ഒക്കെ ഷടപടേന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കയറി വന്നു. ഇവിടെ വന്നപ്പം എൻ്റെ വീട്ടുകാരുടെ ചിന്താഗതി ഒന്ന് തെറ്റിപ്പോയി. കാരണം എൻ്റെ മാതാപിതാക്കൾ ഡയലോഗ് പറഞ്ഞല്ലോ, നമ്മളെക്കാട്ടിലും ഒരു പടി താന്നവർക്ക് വേണം കല്യാണം കഴിച്ചു കൊടുക്കാൻ. ഇത് ഒരുപാട് സാമ്പത്തികമുള്ള, ഇത് ഒരു കാണുമ്പോൾ ഇവർക്ക് സാമ്പത്തികമില്ല എന്നാണ് എൻ്റെ വീട്ടുകാരുടെ ചിന്താഗതി. പക്ഷെ വന്ന് നോക്കുമ്പോൾ സാമ്പത്തികമുള്ളതുമാണ്. എനിക്ക് പറഞ്ഞിരുന്ന സ്ത്രീധനം 20 പവനും 1 ലക്ഷം രൂപയായിരുന്നു. അല്ല, അങ്ങനെ സ്ത്രീധനം ചോദിച്ചു വിവാഹം കഴിച്ചു വാങ്ങിയതാണ്. ഞങ്ങൾ 3 പേർക്കും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ഉള്ളത് പറയുന്നത്. പക്ഷെ ഇന്നൊന്നും അതില്ല, ഇന്ന് സത്യം പറഞ്ഞാൽ അല്ലെ, നമ്മുടെ പുരോഗമനവാദം എത്രത്തോളം ആയെന്നുള്ളതിന് ഏറ്റവും വലിയ. ഇന്നെങ്ങാനും ഒരു വീട്ടിൽ പോയി നിന്റെ മോൾക്ക് എത്ര കൊടുക്കുന്ന വെച്ചാൽ എന്താ പറയാ, കവട്ടമടൽ വെച്ച് കൊടുക്കും തലക്കെട്ട്, ഇറങ്ങടാ വെളിയിൽ, അല്ലെ? ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അതാണ് ഏറ്റവും വലിയ മാറ്റം. സമൂഹം മാറട്ടെ. ഇവിടെ കാക്കന്റെ മാമന്റെ മോനാണ് ഇത് ഉറപ്പിച്ചത്. അപ്പൊ ഇവിടെ വന്നിട്ട് മാമന്റെ മോൻ പറഞ്ഞു 25 പവനും 1 ലക്ഷം രൂപയെന്ന്. ഞങ്ങളോട് 20 പവനും
1,00,000 രൂപ. ബാക്കി 5 പവൻ അവന് മുക്കാനായിരുന്നോ? അല്ല, ഇവൻ കല്യാണം എങ്ങനെങ്കിലും നടക്കട്ടെ, ഉമ്മ സമ്മതിക്കട്ടെ എന്നുള്ളത്. ഉമ്മക്ക് സ്ത്രീധനമൊക്കെ നല്ലോണം കിട്ടിയിട്ട് വേണം കഴിക്കാൻ. കാരണം ഇവിടെ 8 മക്കളുണ്ട്, 8ാമത്തതാണ് കാക്ക. ബാക്കിയുള്ളവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല നിലയിലുള്ളവരാണ്, ഒക്കെ ഇതാണ്. ഞാൻ മാത്രമേ വിദ്യാഭ്യാസവും ഇല്ല, ഒന്നും അന്തോ കുന്തോ ഒന്നും ഇല്ലാതെ കയറി വന്ന ഒരാള്. അപ്പൊ ഇവിടെ വന്നപ്പം ഇവർക്ക് സ്വർണം കുറവാണ് എന്നുള്ളൊരു ചിന്താഗതി. അന്ന് രാത്രി തന്നെ എന്റെ സ്വർണ്ണമൊക്കെ കാക്കന്റെ 2 പെങ്ങന്മാരും എടുത്ത് തൂക്കി നോക്കിട്ടോ. തുറന്നു പറയുന്നതിന് എന്താ. അങ്ങനെ ഏതാ കാലഘട്ടം? 2009. ഇന്നെങ്ങാനും അങ്ങനെ നടക്കുമോ? ഇന്ന് ഒരിക്കലും എനിക്കൊന്നും ഒരു കുടുംബത്തിലോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂക്കി നോക്കി ഒക്കെ ഇതാക്കി 5 പവൻ കുറവാന്നുള്ള പ്രശ്നം. അങ്ങനെ 5 പവൻ കുറവാന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കേട്ടില്ല. ഫസ്റ്റ് സൽക്കാരം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ വീട്ടിൽ നാള് വന്ന സമയത്ത് ഇവര് എൻ്റെ വീട്ടിൽ റൂം റെഡിയല്ല, എൻ്റെ വീട് നന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ സിസ്റ്റർ ചോദിച്ചു, ഞങ്ങളുടെ റൂമിൻ്റെ അകത്ത് 2 പൂവ് വെച്ചിട്ടുണ്ട്, ഇതാണോ ഇപ്പം മണിയറ എന്ന് പറയുന്നത് എന്നോടൊരു കാഷ്വൽ ടോക്ക് ചോദിച്ചു. അന്നപ്പോൾക്ക് ഇക്കാക്കൻ്റെ ഇളയ പെങ്ങള് എന്നോട് പറഞ്ഞോ നെഞ്ഞത്തടി, മറ്റേ ഒരു സിനിമയിലുണ്ടല്ലോ ഈ മഞ്ജു പിള്ള, ആരോ അത് നെഞ്ഞത്തടി ചോര വിളിക്കുക, എന്നോളാ ഏട്ടത്തി കുറവാക്കി എന്നും പറഞ്ഞിട്ട് അവര് കച്ചറയായി. അങ്ങനെ അന്നപ്പോ തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ പ്രശ്നമായി. അപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ എന്റെ വീട്ടുകാരൊക്കെ നോക്കി. ഇവിടെ വേണ്ട, ഈ ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞു. കാരണം ചെറിയൊരു ഇത്രയും കേസ് കെട്ടിന് വേണ്ടി ഇത്രത്തോളം ക്രൂശിക്കുന്ന രീതിയിലോട്ട് ഇതാക്കണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ. ഇക്കാക്കൊന്നുമില്ല, ഇക്കാക്ക ലാസ്റ്റ് ആണല്ലോ, 4 ഏട്ടന്മാരുണ്ട്, മിണ്ടാനുള്ള നാവില്ലാത്ത എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞതുകൊണ്ടും ശ്രീധരത്തിന്റെ പേരിൽ എൻ്റെ വീട്ടിലേക്ക് എന്നെ വിടാതായി. ഒരാഴ്ചയോളം എന്നെ വീട്ടിലോട്ട് വിട്ടില്ല. പിന്നെ അവര് കാക്കന്റെ 2ാമത്തെ സഹോദരൻ വന്ന് ഉമ്മാനോട് പറഞ്ഞു, ഇനി മേല അവളോട് ശ്രീധരത്തിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കരുത്, അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച അവനാണ്, ഷംസുക്ക മാത്രമാണ് ഇവിടെ ഈ കുടുംബത്തിൽ ഒരു ഡീസന്റ് എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, ശ്രീധരത്തിന്റെ കാര്യം അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഓന് കല്യാണം കഴിച്ചിക്കല്ലോ, ഓനല്ലേ വേണ്ടിയത്, ഓനത് വേണ്ടാന്ന് പറഞ്ഞത്, നിങ്ങൾ നോക്കണ്ടേ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്നെ വീട്ടിൽ വിട്ട സമയത്ത് ഞാൻ ഒരുപാട് അനുഭവിച്ചു കിട്ടോ. ശ്രീധരത്തിന്റെ പേരില് അമ്മായിയമ്മ ഒരു പേരില് കളറ് കുറവായിരുന്നു എന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവിന് ഒടുക്കമ്മത്തെ കളറാ, പണ്ടാരടക്കം. അതുകൊണ്ട് ആ കളറിന്റെ പേരിലൊക്കെ കാരണം ഞാനും അവനോട് നിന്നാൽ എല്ലാം നടന്നിട്ടുണ്ട്. ബോഡി ഷേവിംഗ് നടന്നിട്ടുണ്ട്, ഡൗറിയുടെ പേരിൽ പ്രശ്നം നടന്നിട്ടുണ്ട്, എല്ലാ രീതിയിലും പ്രശ്നം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞതുകൊണ്ടും എൻ്റെ വീട്ടില് ഫസ്റ്റ് സൽക്കാരത്തിന് പോയപ്പം എൻ്റെ മൂത്തേട്ടത്തി, അവൾ ഇപ്പോഴും കണ്ണാന്നാട്ടോ എന്നെ വിളിക്കുക. അവള് കാക്കനോട് പറഞ്ഞു കൊടുത്തു ഇവളുടെ പേര് കണ്ണൻ എന്നാണ്. അപ്പൊ എന്താക്കി കാക്ക അത് മനസ്സിലിട്ടുന്നുണ്ട്. കാക്ക വീട്ടിലെത്തിയിട്ട് കണ്ണാന്നൊരൊറ്റ വിളി. എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ കരഞ്ഞ് ഞാൻ എനിക്ക് കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്തെറിയവാണോ, ഇയാളെ പിടിച്ചു ഞെക്കി കൊല്ലണോ, എന്താ ചെയ്യേണ്ടത്? പ്രശ്നം എന്താ? എനിക്കതൊരു ഷെയ്മേഡായിട്ടായിരുന്നു അന്ന് എന്തോടാ. ഇന്ന് കണ്ണനതേ കഴുത്തില് വരെ കഴുത്തില് വരെ ഇട്ടോണ്ട് നടക്കുന്ന ഒരാളാ ഞാന്. അപ്പൊ പിന്നെ കാക്ക എനിക്ക് പ്രോമിസ് ചെയ്ത്, കാക്ക ഇനി കണ്ണാന്ന് വിളിക്കൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു സുഹൃത്ത് സൽക്കാരുണ്ടായിരുന്നു, ഇവിടെ കാക്കന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില്, ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വീട്ടില്. അപ്പൊ കാക്കന്റെ കമ്പനിക്കാരും ഓളുമാരും എല്ലാരും ഒക്കെ ഉണ്ട്. അവിടെ നിക്കാക്ക കണ്ണാന്ന് വിളിച്ച്. ചീത്ത പറയാൻ പറ്റുമോ? എല്ലാരും ഉണ്ട്. കരയാൻ പറ്റുമോ? അതും പറ്റൂല. ഞാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയേ. അപ്പൊ ഞാൻ എന്നെ അല്ല കണ്ണനെയാ വിളിച്ചത്. ഞാൻ ചോദിച്ചു, ഞാനല്ലാതെ ഇവിടെ വേറൊരു കണ്ണനോ? അവൻ അറിയണല്ലോ. നോക്കുമ്പോ ഒരു ചെറിയൊരു പൈതല്, ഒരു കുഞ്ഞു വാവയാണ് ഈ കണ്ണനെ എന്നുള്ളത് അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ എനിക്ക് കുറ്റബോധമാണ് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് കണ്ണാന്ന് വിളിച്ചിട്ട് കരഞ്ഞ് തളർന്നു ഉറങ്ങിയ കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ഇതാണോ കണ്ണന് എന്ന് ചോദിച്ചു ഞാന്. അപ്പൊ ഞാൻ പറഞ്ഞാ ഇതാ കണ്ണൻ, ഇത് ഇവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ കണ്ണനെ കാണുന്നത്. അങ്ങനെ പിന്നീട് എന്ന് വെച്ചാല് എന്റെ ഇവിടുത്തെ അമ്മായിയമ്മക്ക് ഒരു പരിപാടി ഉണ്ട്. ഈ ഉച്ചയ്ക്ക് ശേഷം ഈ അടുത്ത വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. പ്രദർശന വസ്തുവാണല്ലോ, പുതിയ പെണ്ണാണ്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ എന്നെ കൊണ്ടുവച്ച് കാണിക്കാൻ കൊണ്ടുപോയി. അപ്പൊ കാണിക്കാൻ കൊണ്ടപ്പോ ഞാൻ നോക്കുന്ന, എനിക്ക് പൊരക്കാരെ ഒന്നും കാണണ്ട, ഞാൻ പൂജാമുറി ഏടാന്നാ തപ്പുന്നത്, എനിക്ക് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നോക്കി കണ്ണനെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം, ഒരു സന്തോഷം. ഇതിനും കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണല്ലോ ഈ കണ്ണനെ കാണുക എന്ന് പറയുന്നത്. പല വീട്ടിലും പല കണ്ണനാണല്ലോ, കണ്ണനിന്ന് ഒരു ഫേസ് അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, പല ഫേസിലാണല്ലോ കണ്ണൻ അറിയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് രാധേച്ചി എന്ന് പറഞ്ഞ ആളുടെ മകളുടെ വീട്ടിലൊരു മരണം നടന്നപ്പോൾ കാക്ക എന്നെ മരണ വീട്ടിൽ കൊണ്ടുപോയതാ. ഞാൻ മരിച്ച ആളെയല്ല നോക്കുന്നത്, ഞാൻ ആ വീട്ടിലെ കണ്ണനെയാണ് നോക്കുന്നത്. അപ്പൊ അവിടെയും കണ്ടു ഒരു കുമ്പിട്ട് ലഡു എടുത്ത് ഒരു അരഞ്ഞാണൊക്കെ കിട്ടിയൊരു കണ്ണനിട്ടോ. ഞാൻ കാക്ക മുറ്റത്ത് നിൽക്കുന്ന കാക്കനെ ഞാൻ വിളിച്ചുകൊണ്ട് വരിക, കാക്കേ വാ വാ. കാക്ക വിചാരിച്ച ആരോ കാക്കനെ ചോദിക്കേ അങ്ങനെ ചെയ്തതാന്ന് വിചാരിച്ചിട്ട് കാക്ക എന്നും പറഞ്ഞു. ഞാൻ കാക്ക വന്ന് ഇങ്ങോട്ട് ചിന്തയത്താന്ന് ഇതേ നിൽക്കുന്ന കണ്ണൻ, ഏത് മരിച്ച പോരാലും മരിച്ചു ഇവിടെ ഓരോരുത്തരെ നെഞ്ഞത്തടിച്ച് നിലവിളിക്കുക. അപ്പയാ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇതേ കണ്ണന് എന്ന് തന്നെ. ഇവിടെ ശരിക്കും എന്തെങ്കിലും സുഖമുണ്ടോ? എനിക്കും തോന്നുന്നുണ്ട്, ചെറിയ ഭ്രാന്തുണ്ട്. ശനക്ക് എന്തെങ്കിലും സുഖമുണ്ടോ ചേച്ചിയെന്ന് ചോദിച്ചു. കാരണം മരിച്ച പോരാലും ഇത്രയും സന്തോഷിച്ച ഒരാള് വേറെ ആരും ഉണ്ടാവൂല. എത്രാം വയസ്സിൽ, 3-ാം വയസ്സ് തൊട്ടിട്ട് ഈ പറഞ്ഞ 17-ാം വയസ്സ് വരെ. എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്? 17 വയസ്സ് കല്യാണം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു. ഇനി അതിന്റെ പേരിലായിരിക്കും കേസിന്റെ പുറകെ കാക്കന്റെ പുറകിലേക്ക് പോകണ്ട, അതൊക്കെ കഴിഞ്ഞു പോയി. എത്ര വയസ്സുണ്ട് ഇപ്പൊ? 10-45 വയസ്സുണ്ട്. 34. ഞാൻ അല്ല, ഇസ്ലാമിക നിയമപ്രകാരം അന്ന് വിവാഹം കഴിക്കായിരുന്നല്ലോ, ഇന്നാണല്ലോ ആ നിയമം എടുത്തു കളഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഇസ്ലാമിക നിയമമാണല്ലോ അന്ന് നോക്കിയത്. അങ്ങനെ ഇവിടെ ഈ വീട് പണി, നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തൊരു ഷെഡ് വെച്ചിട്ടായിരുന്നു താമസം. അപ്പം എനിക്ക് ഫസ്റ്റത്തെ കുഞ്ഞുണ്ടായി. രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടാവാൻ എനിക്ക് ആദ്യത്തെ സർജറി ആയിരുന്നു. അതിൽ കുറച്ച് ക്രിട്ടിക്കലായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ പ്രഗ്നൻ്റ് ആവുക, അബോർഷനായി പോവുക, ഈ ഒരു സംഭവമാണ്. ഒരു 3-4 അബോർഷൻ എനിക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സമയത്തൊക്കെ എന്താ ഉമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടോ? അതായത് ഇക്കാട് ഉമ്മയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ വര തുടങ്ങുമ്പോഴേക്കൊക്കെ ഉമ്മ ഡിമ്മായിക്ക് ഒരു 3 കൊല്ലം സഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. എനിക്ക് ഉള്ളൂ 3 കൊല്ലം സഹിക്കേണ്ടി വന്നിട്ടുള്ളായിരുന്നു അല്ലേ? അത്ര ഏജ് ആയിട്ടുള്ള ആളായിരുന്നു. അല്ല, ഒത്തിരി ഉപദ്രവിക്കുന്ന ഉപദ്രവം എന്നൊന്നും പറയാൻ പറ്റില്ല. നാവ് കൊണ്ടുള്ള ഉപദ്രവമായിരുന്നു. ഭക്ഷണം തരാത്തൊരു റെസ്ക്യൂ ആയിരുന്നു. ഭക്ഷണം എന്താ തരാത്തെ? ഭക്ഷണം എന്ന് വെച്ചാല് ആള് വീട്ടില് നമ്മളൊക്കെ അളന്ന അരി ഇടുക എന്നൊക്കെ പറയല്ലേ, അതേപോലെ അളന്ന അരിയൊക്കെ ഇടുന്ന ആളാണ്. പക്ഷെ നമ്മൾ കഴിക്കുക എല്ലാവരും ആണുങ്ങൾ എന്ന് വെച്ചാൽ വാപ്പയുണ്ട്, വാപ്പൻ്റെ അനിയനുണ്ട്, ഉമ്മ ഉണ്ട്, ഒരു ഏട്ടനുണ്ട്, ഇക്കാക്കയുണ്ട്, ചിലപ്പോൾ പെങ്ങന്മാരുടെ മക്കൾ ആരെങ്കിലും വന്ന് താമസിക്കുക. ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ വീട്ടുകാർ, പിന്നെ ഉമ്മയും ഞാനും ഒക്കെ ഉണ്ടാവുക. കഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവൂല. അപ്പൊ എത്രയോ ദിവസം ഭക്ഷണം കിട്ടാണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ. മോൻ കുഞ്ഞിലെ നിൽക്കുന്ന സമയത്തൊക്കെ കുറെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഡെലിവറി കഴിഞ്ഞ പാടക്കൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറെ ഞാൻ ബുദ്ധിമുട്ടാക്കി. അന്നൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തരാതിരിക്കുന്നതാണോ അതോ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഈ സ്ത്രീധന പ്രശ്നം വന്നതിന് ശേഷം പിന്നെ എന്നെ എൻ്റെ വീട്ടിൽ 1 മാസത്തോളം കൊണ്ടാക്കിയിരുന്നു ഡിവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ആ ആള് മതി എനിക്ക് മരണം വരെ. സെയിം ഡയലോഗ് കാക്കി അടച്ചു. ഞാനും ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, എനിക്കും ആ ആള് മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി നടക്കൂല, ഞങ്ങൾ പിരിയൂല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ പിന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാക്കിയതാണ്. പക്ഷെ ഉമ്മാടെയും ഇക്കാക്കൻ്റെ നേരെ മൂത്ത സഹോദരൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ട് ഉമ്മാനെ പിരികേറ്റി കൊടുക്കും. എന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് ഇത് മാത്രമല്ല കേട്ടോ, എന്നെ അമ്മിമേൽ അരപ്പിച്ചിട്ടുണ്ട്. മിക്സി വീട്ടിലുണ്ട്, പക്ഷെ അമ്മിമേൽ അരയ്ക്കണം. എനിക്ക് അരയ്ക്കാൻ അറിയോന്ന് അറിയാന് എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്, മുറ്റടിച്ച് വാരിപ്പിച്ചിട്ടുണ്ട്. മുറ്റടിച്ച് വാരിപ്പിക്കുന്നതിനൊന്നുമില്ല, പണി അറിയോ
മതിയോ എന്നുള്ളത് അതിനു വേണ്ടി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ സാധാ ഇപ്പൊ മുറ്റടിച്ച് വരുമ്പോ നമ്മൾ ഒരാളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബാക്കിൽ രണ്ടാള് നിക്കുമ്പോ എങ്ങനെയാ, മനസ്സിലായോ? അതൊക്കെ ഈ ഇക്കാക്കന്റെ നേരെ മൂത്ത ഏട്ടന്റെ ഭാര്യ സഫിയ എന്ന് പറഞ്ഞോളൂ, ഇവരാണ് ഇതൊക്കെ എല്ലാത്തിന്റെയും സൂത്രധാര അവളായിരുന്നു. എന്നിട്ട് അവളുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ വന്ന് കേറിയപ്പോണ്ടല്ലോ മോളോ ഇങ്ങനെയൊന്നും അല്ല ഈ ഉമ്മ, ഞാൻ ഇതിനെക്കാട്ടില് അനുഭവിച്ചിക്ക് പറഞ്ഞിട്ട് എന്നോട് അവളുടെ വിഷമം പറയുകയും ചെയ്യാം, എന്നിട്ട് ഇതൊക്കെ പിരിയേറ്റിങ്ങാനും ഉമ്മാനെ കൊണ്ട് ചെയ്യുകയും ചെയ്യാം. ഇതായിരുന്നു ഇവളുടെ സ്വഭാവം. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിരിയൂലെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഇവര് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചത്. അങ്ങനെ ഈ വീട് പണി നടന്ന് ഈ വീടിന്റെ വാർപ്പിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്തൊക്കെ വാർപ്പ് ചെയ്യുന്നതിന് മുമ്പ് പേപ്പർ വിരിക്കും. ഇന്ന് ആ ഒരു സംവിധാനമല്ല, കാരണം ഞാൻ വീടെടുത്ത സമയത്തൊന്നും അങ്ങനത്തെ പേപ്പർ വിരിക്കുന്നതും കണ്ടിട്ടില്ല. അപ്പൊ ഇക്കാക്ക കുറേ പേപ്പർ ഈ പറഞ്ഞ ആക്രിപ്പീഡിയെന്ന് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ രണ്ടാമത്തെ മകളെ ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ കമലം എന്ന് പറഞ്ഞ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അങ്ങനെ വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് കിട്ടാക്കനി എന്ന് പറഞ്ഞതുപോലെ കിട്ടിയൊരു മോളെ അബോഷൻ, ഞാൻ പറഞ്ഞില്ലേ അന്നൊക്കെ അബോഷനായി പോകുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം മോളെ കിട്ടിയപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഷെഡിലേക്ക് ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞ് കയറുന്ന സമയത്ത് ബാക്കോട്ടൊന്ന് മറിഞ്ഞു പോയി. അപ്പം ഞാൻ വികരുത് നിൽക്കായെത്തി കാക്ക വയറിന് അങ്ങ് പിടിച്ചുപോയി. വയറിന് പിടിച്ച് ആ സ്പോട്ട് തന്നെ ബ്ലീഡിങ് തുടങ്ങി എനിക്ക്. അപ്പം അന്ന് എന്ന് വെച്ചാൽ വണ്ടി വിളിക്കാനും ഞാൻ ആരുടെടുത്തും ഈ അടുത്തെവിടെയും നിങ്ങൾക്കറിയാലോ വീടൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. വാഹനം വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല, ആരെ വിളിക്കണം എന്ന് അറിയില്ല. അങ്ങനെ നേരെ കാക്ക തന്നെ 2 വീലറിൻ്റെ മുകളിലാട്ടോ പതിയെ എന്നെ മിംസിലെത്തിച്ച് ഒരു ദിവസം ഞാൻ അവിടെ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അനങ്ങേ ചെയ്യരുത്, നടക്കുന്നത് പോലും നീ പോലും അറിയാതെ രീതിയിൽ നടക്കണം, കാല് തലയണൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ച് കിടക്കണം എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് ഈ വീടിൻ്റെ വാർപ്പ് വരുന്നത്. അപ്പം ഇക്കാക്ക ഈ ആക്രിപ്പീഡിയെന്ന് കൊണ്ടുവരുന്ന ഈ കുറേ പേപ്പറിൻ്റെ കൂട്ടത്തിൽ കുമ്പിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന ഒരു കണ്ണനെ കണ്ടു. അപ്പോൾ കണ്ണനെ കണ്ടപ്പം എനിക്ക് വെറുതെ ഇരിക്കാം, മോന് ക്ലാസ് പോയി കാക്ക പണിക്കും പോയതാ. അപ്പോൾ എവർലാക്സിന്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷെഡ് കെട്ടിയത്. അപ്പം ഫുള്ള് മണ്ണെടുത്ത സ്ഥലം, നിങ്ങൾക്ക് അറിയാലോ ഒരു തണല് പോലും ഇല്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫീൽ നല്ല ചൂടുണ്ടല്ലോ. അങ്ങനെ കാക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് ഒരു കട്ടിൽ എനിക്ക് പുറത്തേക്ക് ഇട്ട് തന്നു. ഉച്ചയ്ക്ക് ശേഷം വന്ന് കിടക്കാൻ. ഉച്ചയ്ക്ക് ശേഷം നല്ല കാറ്റുണ്ടാവും, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല കാറ്റുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവിടേക്ക് കിടക്കാൻ വന്ന സമയത്ത് ഈ കണ്ണനെ കണ്ടു. കണ്ണനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വരച്ചു നോക്കിയാലോ എന്ന്. അതാണ് ആദ്യത്തെ തുടക്കം. അതാണ് തുടക്കം. അതാണ് ഈ പ്രശ്നങ്ങളുടെയും തുടക്കം. പ്രശ്നങ്ങളുടെയും എല്ലാത്തിന്റെയും തുടക്കം കുറച്ച ആ ഒരു നിമിഷം അതാണ്. അങ്ങനെ ഞാനിത് വരച്ച് കാക്ക ഈ കാണുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന അല്ലേ, നമ്മുടെ ക്യാമറയിലൂടെ കാണാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാം ഈ ഒരു മോഡൽ കണ്ണനാണ്. കുമ്പിട്ട് വെണ്ണ എടുത്ത് അതാണ് ആദ്യം വരച്ചത്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതാണ് ആദ്യമായിട്ട് ഞാൻ വരച്ച കണ്ണൻ എന്ന് പറയുന്നത് ഈ മോഡൽ. ആദ്യത്തെ ജസ്ന വരച്ച കണ്ണൻ. പക്ഷെ വേറൊരു രസം എന്താ വെച്ചാല് ലോങ് സൈറ്റില് നിങ്ങളോടുകൂടി പ്രേക്ഷകരോടുകൂടിയാണ് പറയുന്നത്, ലോങ് സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നും. പക്ഷെ പാർട്സ് വൈ ഒന്ന് നോക്ക്, കണ്ണൊന്ന് നോക്ക്, മൂക്കോ ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്, വളവോ തിരിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരിയല്ല. തികച്ചും യാദൃശ്ചികം. ആദ്യമായിട്ട് വരച്ച ഒരു കുട്ടിയുടെ ഒരു ചാബല്യങ്ങളായിട്ട് കണക്കാക്കണം. ഇതിങ്ങനെയൊന്നല്ലായിരുന്നു, ഇതൊക്കെ ബെറ്ററായി വന്നതാ. ഇതിനെക്കാട്ടിലും കാണുമ്പോ നല്ല അടിപൊളിയുണ്ട്. പക്ഷെ പാർട്സ് ബൈ എടുത്ത് നോക്കുമ്പോ എല്ലാത്തിനും കംപ്ലൈന്റ് ആയിരുന്നു. അത് കമ്പനി ഇറക്കുമതി ചെയ്ത. പക്ഷെ എങ്കിലും അഴകുണ്ട്. എടാ ഇത് 13 വർഷത്തെ 13 വർഷങ്ങൾക്ക് എന്താ വെച്ചാല് 13 വർഷമായി ഞാൻ വര തുടങ്ങിയിട്ട്. അപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം വരച്ച ഫോട്ടോ ആയത്. ഇതിങ്ങനെയുള്ളെങ്കിൽ അന്നത്തെ ഫോട്ടോ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു. വൃത്തിയുണ്ട്. അങ്ങനെ ഞാനത് വരച്ച് കാക്കനെ കാണിച്ചു കൊടുത്തു. കാക്ക പറഞ്ഞു കണ്ണനൊക്കെ അടിപൊളിയാണ്, ഇനി ഇവിടെ വെക്കാൻ നിൽക്കണ്ട,
എന്റെ പൊരക്കാരറിഞ്ഞാൽ ഓടിച്ചിട്ട് എന്നെ തല്ലൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കാക്ക ആദ്യമായിട്ട് വരച്ച ഫോട്ടോ, ജീവിതത്തിൽ അതുവരെ ഒരു ചിത്രവും ഞാൻ വരച്ചിട്ടില്ല. നമ്മുടെ സ്കൂളിലേക്കൊക്കെ നമുക്ക് ഭൂപടം വരയ്ക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ, അത് പേപ്പറിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് ഭൂപടം വരച്ചിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് ഞാൻ. എന്റെ ടീച്ചർമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു ഞാൻ അന്ന് കൊണ്ടുതന്നത്. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ. അപ്പൊ പെട്ടെന്ന് ക്ലാസ്സിന്ന് വരയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ തലയിലുണ്ടോ ഒരു ഇതല്, തലയിൽ വെളിച്ചെണ്ണ തേക്കല്ലോ അന്നൊക്കെ, എന്നിട്ട് കോപ്പി എടുത്തിട്ട് ഇതാക്കലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാക്കെ ആദ്യമായിട്ട് വരച്ച ഫോട്ടോ അല്ലേ, നമ്മള് ഒരു കാര്യം ചെയ്യും, നമ്മളിത് ശങ്കരേട്ടന് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്ന്. ശങ്കരേട്ടൻ എന്ന് പറയുന്നത് പൂനൂര് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഒരു നമ്പൂതിരി കുടുംബമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം, ഞാൻ ഫ്രെയിം ചെയ്തുകൊണ്ട് തരാന്ന് ഇവിടെ നാഷണൽ. അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചാണോ ഇത്? ആ ഫോട്ടോ ശങ്കരേട്ടന്റെ വീട്ടിലാണുള്ളത്. ഇത് അപ്പൊ ആദ്യമായിട്ട് വരച്ച ഫോട്ടോ അല്ല ഇത്? അല്ല ഇത് ഇത് ആദ്യമായിട്ട് വരച്ച ഈ സെയിം പിക്ചർ തന്നെയാണ് വരച്ചത്. ഈ സെയിം പിക്ചറാണ് വരച്ചത്. അങ്ങനെ ഫ്രെയിം ചെയ്ത് അങ്ങനെ ശങ്കരേട്ടന്റെ വീട്ടിൽ പോണല്ലേ, എനിക്ക് അനങ്ങാൻ പറ്റൂലോ. പക്ഷെ കാക്ക എങ്ങനെയോ എന്നെ അവിടെ എത്തിച്ച് ശങ്കരേട്ടന്റെ അമ്മക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാനിത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ എന്താ വെച്ചാല് ശങ്കരേട്ടന് അമ്പലത്തിലെ ഈ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന, പൂജ ബാധയിപ്പിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുമാണ്, ആൾക്കും കുഞ്ഞുങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ നമ്മുടെ ഫോട്ടോ വന്നപ്പം ഇവര് പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി, പെയിന്റൊക്കെ അടിച്ച് നിലമൊക്കെ നന്നാക്കി ഒക്കെ കണ്ടപ്പോൾ ഇവര് വിളക്കൊക്കെ വെക്കലൊക്കെ തുടങ്ങിട്ടോ. അങ്ങനെ ശങ്കരേട്ടന്റെ വൈഫ് അവിടെ ഗർഭിണിയായ സമയത്ത് ഇവർക്ക് ലാസ്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടത്തിൽ എന്ന് തന്നെ പറയാം, അത്ര ഏജ് ആയിരിക്കും അവർക്ക്. അപ്പോൾ പിന്നെ ഇവരിത് അബോഷനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ കുടുംബത്തിലുള്ള ഒരു ജ്യോത്സ്യരെടുത്ത് ഇവര് ഇത് പോവാതിരിക്കാൻ അവരുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ പോയി. അങ്ങനെ പോയപ്പം ഈ ജ്യോത്സ്യര് രാശി വെച്ചപ്പം പറഞ്ഞോലു വീട്ടിൽ നന്നായിട്ട് ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, എന്തെങ്കിലും മൂപ്പര് പൂജാരിയാണല്ലോ, എന്തെങ്കിലും കർമ്മങ്ങളോ കാര്യങ്ങളോ കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ പ്രത്യേകിച്ച് കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജ്യോത്സ്യര് പറഞ്ഞു പോലും ഇത് നിങ്ങൾക്ക് വിധിച്ച കുഞ്ഞാണ്, അതും ഒരു ആൺകുഞ്ഞാണ്, അപ്പം നിങ്ങൾ ടെൻഷൻ ആവുകയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടു. അപ്പൊ ശങ്കരേട്ടൻ പറയുന്നത് നമ്മുടെ പൂനൂരുള്ള ഒരു കുട്ടിയെ ഒരു കണ്ണനെ വരച്ചു കൊണ്ടുവന്നിക്കുന്നുണ്ട്. അപ്പൊ ഈ പൂനൂര് എന്നുള്ള വാക്ക് ജ്യോത്സ്യർക്ക് അത്ഭുതമായി. കാരണം പൂനൂർ അത്രയും മുസ്ലിം മതസ്ഥര് തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. കാരണം ഈ ഇതാണ് പൂനൂര്, പൂനൂര് താമരശ്ശേരി പൂനൂര് മർക്കസ് ഒക്കെ അവിടെയാണ്. ഞാൻ പറഞ്ഞില്ലേ AP-യുടെ പിന്നെ സ്കൂളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുള്ള, അവിടെ പുഴയുടെ സൈഡിലായിട്ട് AP-യുടെ ഒരു അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട മർക്കസിന്റെ കാര്യമല്ലേ പറയുന്നത്, AP-യുടെ പ്രധാന മർക്കസ് അതിന്റെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ ഒരു കുട്ടി കണ്ണനെ വരയ്ക്കാന്ന് പറയുന്നത് എല്ലാവർക്കും മഹാ അത്ഭുതം തന്നെയാണ്. അപ്പൊ അത് കേട്ട ജ്യോത്സ്യര് ആ കുട്ടിയുടെ പേരുന്നാളൊക്കെ അറിയാമെന്ന് ചോദിച്ചാലേ ചുമ്മാ അവല് തമാശക്ക് ചെയ്തതാണ്. അപ്പൊ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു ജസ്റ്റ് ഞാൻ നാളെ അറിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് സുഗതാനന്ദ കുട്ടിയേട്ടൻ്റെ അമ്മ ഉണ്ട്. അപ്പൊ അമ്മ ഞങ്ങളുടെ 3 പേരുടെയും നാള് ജനിച്ച സമയത്ത് ഉമ്മാനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ നാളെ ഏതായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതാണ്? ആയില്യം. ആയില്യം നാഗമല്ലേടാ? ആണല്ലേ. നാളിനെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹില്ല. ഏതാണ്? പിള്ളേച്ച. അത് തന്നെ. മൂലാണോ? സൂപ്പർ സൂപ്പർ. പിള്ളേച്ചനെ പറഞ്ഞാ മനസ്സിലാണല്ലേ. നല്ലൊരു നാള്, എന്നെ കണ്ടറിഞ്ഞ് എനിക്ക് നാള് തന്നത് കണ്ടോ ദൈവം. പറയോ? അതൊന്ന് ഇല്ല, ഞാൻ പറയില്ല. നോമിനത് പറയാനുള്ള ധൈര്യം ഇല്ല. മറ്റേ ഏതോ ഒന്നില് അരിശ്രീ അശോകൻ പറയുന്നില്ല, അപ്പുറത്തെ ഇപ്പുറത്തെ നാള് പറഞ്ഞിട്ട് അതിന്റെ നടുക്കത്തുള്ളാണെന്ന് വിളിച്ചു ചെയ്യുന്ന മൂലാണോന്ന് ചോദിക്കുന്നത്. അതേപോലത്തെ അവസ്ഥയാണ് എൻ്റെത്. അപ്പൊ ഞാൻ മൂല നക്ഷത്രം, അപ്പൊ സമയം അറിയാന്ന് ചോദിച്ചാൽ 2:19 എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ശങ്കരേട്ടന് ഈ ജ്യോത്സ്യര് ഇത് നോക്കി ഞാന് മുൻജന്മത്തില് എന്താ പറയാ നമ്പൂതിരി കുട്ടിക്ക് എന്താ ഭ്രഷ്ടോ അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടതാണ്, അത് മുസ്ലിംസിനെ സഹായിച്ചിട്ട് പുനർജന്മമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോല്ലോ. ഞാനിതൊക്കെ കേട്ടു, ഓ
ശരിയേ എന്ന് പറഞ്ഞു മക്കാറാക്കി ഞാൻ അതങ്ങ് വിട്ടേച്ചു. കാരണം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അമ്പൂരി കുട്ടിയോ ആര് കുട്ടിയോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇതറിയേണ്ട ഒരു ആവശ്യവും മനുഷ്യനായാൽ മതി. അല്ല, എനിക്ക് പിന്നെ ഇത് കേൾക്കണ്ട, ഞാൻ ജോത്സ്യരുടെ അടുത്ത് പോകേണ്ടിയൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ശങ്കരേട്ടൻ ഇത് വിട്ടില്ല കേട്ടോ. ശങ്കരേട്ടനും രാകേഷേട്ടനും ഇവര് വരുന്നിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരു മുസ്ലിം കുട്ടി ഇങ്ങനെ വരച്ചിട്ടുണ്ടായി. വിശ്വാസികൾക്ക് ഇത് ഭയങ്കര കാര്യാട്ടോ. നമ്മളിത് നിസ്സാരമായിട്ട് തള്ളുന്നുണ്ട്. പക്ഷെ വിശ്വാസമുള്ള ആൾക്കാരെ നമ്മൾ കളിയാക്കാൻ പാടില്ല. ഓരോരുത്തരുടെ വിശ്വാസവും അവരുടെ നിന്ദിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അതല്ല നമ്മുടെ ഇസ്ലാം പറയുന്നത് എന്താ? ലക്കും ദീനുക്കും വലിയ ദിന്ന, അവൻ അവന്റെ മതം, നിനക്ക് നിന്റെ മതം. വന്ദിച്ചില്ലെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നുള്ളതാണ്. അപ്പൊ ശങ്കരേട്ടൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ, ശങ്കരേട്ടന് സിനിമക്ക് വരെ പൂജയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അവിടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ചൂണ്ടി കാണിച്ചു കൊടുക്കൽ തുടങ്ങി. ഈ ഒരു ഫോട്ടോ കണ്ടോ, ഇതൊരു മുസ്ലിം കുട്ടി, നമ്മളെ നാട്ടിലുള്ള ഒരു മുസ്ലിം കുട്ടി വരച്ചതാണ്. ആ ഫോട്ടോ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമെന്ന്. ശരിക്കും അങ്ങനെയൊക്കെ നടന്നോന്ന് ചോദിച്ചു. ഞാൻ ഓൾക്ക് അത്ഭുതം. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ശങ്കരേട്ടൻ എന്നെ വിളിച്ചു, ഈ നമ്പർ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ആ നമ്പർ എടുത്തോളി തന്നെ. മോളെ, എൻ്റെ മോൻ ഇങ്ങനെയാണ്, എൻ്റെ മോൾ ഇങ്ങനെയാണ്, എൻ്റെ അമ്മായി അങ്ങനെയാണ്, എൻ്റെ മറ്റൊരു ഇങ്ങനെയാണ്, ഒരു ഫോട്ടോ വരച്ചിട്ടോ എന്ന് ചോദിച്ചു. അവരുടെ കഷ്ടപ്പാട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാനെന്താ ചിന്തിച്ചതെന്നറിയോ, ഈ കാലിൽ നീട്ടിയിട്ട് കിടക്കുന്ന എനിക്ക് കിട്ടിയ ഒരു സമയം പോക്ക്, അത്രമാത്രം ഞാൻ ഈ ഫോട്ടോനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്താക്കി, ഓക്കെ ഞാൻ വരച്ച് തരാം, എനിക്കൊരു സമയം പോക്ക് വേണമല്ലോ. കാരണം മോൻ അന്ന് ക്ലാസ് പോക്ക് തുടങ്ങി. അന്ന് ഒരു വർഷത്തോളം ഞാൻ ഫ്രീ ആയിട്ടാ വരച്ചു. ഇപ്പം നിലവിൽ എത്ര പേർക്ക് എന്റെ ഒരു അറിവ് വെച്ചിട്ട് 1500 ഫോട്ടോന്റെ പുറത്ത് വരച്ചിട്ടുണ്ട്. 13 കൊല്ലം കൊണ്ട് 1500 ഫോട്ടോ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് അഡിക്റ്റ് ആവുന്നത് അല്ലേ? കണ്ണൻ അഡിക്ഷൻ വരുന്നത് ഇത് ബാക്കിയും പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കല് തുടങ്ങി. അപ്പൊ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ വരച്ചു കൊടുത്തു. എന്റെ കാക്ക ജോലിക്ക് പോവും, എനിക്ക് സാധനവും വാങ്ങി വരും, ഞാനിത് വരച്ച് ഓൾക്ക് കാക്ക കൊണ്ട കൊടുക്കും. ആദ്യത്തെ ഒരു വർഷം കുറച്ചു പേർക്ക് ഫ്രീ ആയിട്ട് വരച്ചു. അതിനുശേഷം പിന്നെ എത്ര രൂപ വെച്ചാൽ മേടിക്കാൻ തുടങ്ങിയത്? അങ്ങനെ അങ്ങനെ ഈ ഫോട്ടോ വരച്ചപ്പം എനിക്കിങ്ങനെ പറഞ്ഞതിൻ്റെ അതിൽ ഞാൻ വരച്ചൊക്കെ തുടങ്ങി. അപ്പൊക്ക് മകളൊക്കെ ജനിച്ച സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ് പ്രവചിച്ച ആളുണ്ടല്ലോ, ആളെ ഒന്ന് ഒരു ഫോട്ടോയായിട്ട് കാണാൻ പോവുകയാണ്. ആള് പറഞ്ഞിട്ടുണ്ട്, എന്നെ തേടി ഒരുപാട് ആൾക്കാർ വരും, ഞാൻ അറിയപ്പെടുന്ന ഒരാളായി മാറും, എൻ്റെ വീട്ടിലേക്ക് ധനം കയറി വരും, ഇതൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നോ? അന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. എടാ, എൻ്റെ ഫോട്ടോ അതൊക്കെ എൻ്റെ ഫോട്ടോ 25,000 രൂപയുടെ ഫോട്ടോ വരെ ഞാൻ വരയ്ക്കലുണ്ട്. അതിന് 26,000 രൂപ കൊറിയർ ചാർജ് മുടക്കി പല രാജ്യങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട് എൻ്റെ ഫോട്ടോ. അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്റ്റേറ്റിൽ നിന്ന് തന്നെ ആൾക്കാർ തെരഞ്ഞു വരും എന്ന് പറഞ്ഞ ആ കാര്യം നടന്ന് ഫോണിലൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതേപോലുള്ള ഒരു ഫോട്ടോയും വരച്ച് രാകേഷേട്ടനെ കാണാൻ പോയി. രാകേഷേട്ടനെ കാണാൻ പോയി. അയാൾ പറഞ്ഞതുകൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. നടക്കാനുള്ളത് നടക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. എന്റെ തലയില് വയറ്റില് 4-ാം മാസത്തിൽ എഴുതിയ കാര്യങ്ങളെ നടക്കുള്ളൂ. അത് ആർക്കും തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങനെ നടക്കും. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് മതമില്ലാതെ മരിക്കാനാണ് യോഗമെങ്കിൽ അത് അങ്ങനെ നടക്കുള്ളൂ. അത് നീയോ ഞാനോ വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല. അങ്ങനെ ഞാൻ നിലവിൽ ജസ്ന സലീമിന് മതമില്ല. ഇല്ല. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചാൽ നമ്മുടെ വിവാദ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ഫോട്ടോയായിട്ട് ഞാൻ രാകേഷേട്ടനെ കാണാൻ പോയ സമയത്ത് അവിടെ ഇതേപോലുള്ള ഒരു വെണ്ണക്കണ്ണന ചുമരിൽ ഒരു കലണ്ടർ തൂക്കിയത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫോട്ടോ എനിക്ക് തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അയാൾക്ക് ഒരു ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അയാൾക്ക് അത് തരാതിരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് രാകേഷേട്ടൻ ആ ഫോട്ടോ തരുന്നതും പിന്നീട് ഞാൻ വെണ്ണക്കണ്ണനിലേക്ക് മാറുന്നു. ഞാൻ പറഞ്ഞു, ഇതേ മോഡൽ ഒരു ഫോട്ടോ ഞാൻ വരച്ച് നിങ്ങൾക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞു. അങ്ങനെ അതേ മോഡൽ ഒരു ഫോട്ടോ വരച്ച് ഞാൻ അവർക്ക് കൊണ്ടുവന്ന പാതി വൈക്കൽ വെച്ച് അത് പൊട്ടിപ്പോയി. ഗ്ലാസ്മേലായിരുന്നു വരച്ചത്, അത് പൊട്ടിപ്പോയി. പിന്നീട് രണ്ടാമത് വരച്ച് അവിടെ കൊടുത്തു. അവിടെ ഏകദേശം 2-3 ഫോട്ടോ ഞാൻ സെയിം ഫോട്ടോ ഉണ്ട്. അങ്ങനെയാണ് ഈ വെണ്ണക്കണ്ണനിലേക്ക് വന്നത്. അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരുവിധം മിക്കപ്പെട്ട ആൾക്കാർ മുഴുവനവും ഇത് കേട്ടറിഞ്ഞ് വാങ്ങൽ തുടങ്ങി. പിന്നെ ഇതെനിക്ക് പുറത്തുനിന്ന് ഓർഡർ വരൽ തുടങ്ങി. എമൗണ്ട് പറഞ്ഞില്ല ഇപ്പോഴും.
എമൗണ്ട് പറയാം. അല്ല അന്ന് എനിക്ക് പിന്നെ ഞാനെന്ന് വെച്ചാല് ആദ്യമായിട്ട് ഒരു കണ്ണൻ വരച്ച് മേടിച്ച എമൗണ്ട് എത്രയാ? 2000 രൂപ. 2000 രൂപ. അവസാനം മേടിച്ചതോ? അവസാനം മേടിച്ചത് 25,000 രൂപ. നല്ല സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നും. ഞാനൊരു വീട് വെച്ചില്ലേ ഇതിന്റെ തന്നെയാ, ഈ കണ്ണനിലൂടെ തന്നെയാ അല്ലേ? 50 ഫോട്ടോ വരച്ച് ഞാനൊരു വീട് വെച്ചു, കാറ് മേടിച്ചു, iPhone 15 Pro and 16. അറിയോ? R15 മുമ്പ് കിടക്കുന്നുണ്ടോ? അതൊക്കെ എന്റെ ഈ ഒരു കണ്ണൻ തന്ന ഒരു സംഭവമാണ്. ഈ അടുത്ത് മറ്റേ ആപ്പിളിന്റെ ഇൻകം ടാക്സ് വരായിരുന്നാ കൊള്ളാം വീട്ടിൽ. ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇൻകം ടാക്സ് വരെ അടയ്ക്കുന്ന അത്രയും സാമ്പത്തിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഫ്രണ്ട് ഇരിക്കണേ. അല്ല, വീട് പണി നടക്കുന്ന സമയത്ത് ബാങ്കുകാർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് അടുപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ എമൗണ്ടിന് കൊടുത്തിരിക്കുന്നത് 25,000 രൂപ. നരേന്ദ്രമോദിക്ക് കൊടുത്തത് അത് ഒക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത്. അതെങ്ങനെയാ എത്തപ്പെട്ടത്? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടം വരെ എത്തി. അതായത് കുട്ടിക്കാലം തൊട്ട് ഇപ്പൊ നമ്മുടെ ചിത്രം വരയ്ക്കുന്ന ആ സംവിധാനം, അതിനുശേഷമാണ് നരേന്ദ്രമോദിയിലേക്ക് എത്തുമ്പോഴാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിത്വം ഈ കോഴിക്കോട് നിന്നും കേരളം മൊത്തം അറിയപ്പെടുന്നത്. അതെങ്ങനെ എത്തപ്പെടുന്നത്? അല്ല, അതിനു മുമ്പ് അതിന്റെ മുമ്പ് എന്ന് പറയാന് ഈ പറഞ്ഞത് വേണം, എന്നോട് പുറത്തുനിന്ന് ആൾക്കാർ പുറം എന്ന് വെച്ചാല് അതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഫെയിം ആവുന്ന അപ്പല്ല. പിന്നെ എപ്പോഴാണ് ഞാൻ ഇത് പോണം, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഫോട്ടോക്ക് ഓർഡർ വന്നു. അപ്പൊ എനിക്ക് ഗ്ലാസ് ആയതുകൊണ്ട് കൊറിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവര് പറയുന്നത് അക്രലിക് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അക്രലിക് ഷീറ്റ് മേലെ വരച്ച് കൊറിയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിപ്പെടുന്നത്. എന്റെ ലൈഫ് മാറി മറയുന്ന ഇത് അക്രലിക് ഷീറ്റാ, പൊട്ടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്റെ ലൈഫ് മാറി മറയുന്നതെന്ന് വെച്ചാല് കുമ്മനം രാജശേഖരേട്ടന് ഞാൻ ഒരു ഫോട്ടോ സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ സമ്മാനമായിട്ട് കൊടുത്ത സമയത്ത് മൂപ്പര് 2015-16 ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്തു. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് സുരേഷ് ഗോപി അത് കാണാനിടയായി. സുരേഷ് ഗോപി കണ്ട് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജസ്ന എനിക്കിങ്ങനെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപിക്ക് കൊടുത്തു. സുരേഷ് ഗോപിന്റെ ഫോട്ടോ പുറത്തു വന്നു. അതാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ നമുക്ക് എടുത്താലോ? ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഫെയിം ആവുന്നതെന്ന് സ്വയം അവകാശപ്പെടുന്ന സുരേഷ് ഗോപിക്ക് കൊടുത്ത ഫോട്ടോ. സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഫോട്ടോ ഇതാണ്. തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിന്റെ വേറൊരു കാര്യമുണ്ട്. ഈ ഫോട്ടോ കൊടുത്തതിന് ശേഷം സുരേഷ് ഗോപിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം വരെ എനിക്ക് കണ്ണൻ കാരണം കിട്ടി. അപ്പൊ ഞാൻ സുരേഷ് ഗോപി ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്റെ ഒരു ആഗ്രഹമാണ് മോഹൻലാലിന് ഫോട്ടോ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെന്താ, അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാമല്ലോ എന്ന് തന്നെ എനിക്ക് അനിലേട്ടന്റെ നമ്പർ പിന്നെ ഷിനോ ചേട്ടൻ തന്നു. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ PN ഡ്രൈവർ ഉണ്ടല്ലോ ഷിനോ ചേട്ടൻ തന്നു. അപ്പം കക്കോടി ഇവിടെ ഒരു ഷൂട്ടിന് വന്ന സമയത്ത് ഞാൻ ലാലേട്ടന് കൊടുത്തു. ലാലേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ദക്ഷിണ കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപി ചേട്ടന്റെ അടുത്ത് നിന്ന് 18,000 കിട്ടിയത്. ലാലേട്ടൻ തന്നത് 20,000 രൂപയാണ്. ലാലേട്ടൻ പക്ഷെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇത് വണ്ടിക്കൂലിയാണ് എന്നാ പറഞ്ഞത്. ലാലേട്ടനൊക്കെ വണ്ടിക്കൂലി 20,000 തരികയാണെങ്കിൽ ഞാൻ ഏത് വണ്ടിയിലാ പോയതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അയ്യോ ഇല്ല പോല അക്രലിക് ഷീറ്റ് ലാലേട്ടന് കൊടുത്തു. ലാലേട്ടന് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അമൃതാനന്ദമയ്ക്ക് കൊടുത്തു, ദിലീപേട്ടന് കൊടുത്തു, പിന്നെ മനോജ് കെ ചേട്ടന് കൊടുത്തു, ജയറാമേട്ടന് കൊടുത്തു, പിന്നെ ഗോകുലം ഗോപാലേട്ടന് കൊടുത്തു. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, എല്ലാരും ഇവിടെ തന്നെയുണ്ട്. ആദ്യത്തെ എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് കുമ്മനം രാജശേഖരേട്ടനായിരുന്നു. രണ്ടാമത്തെ വഴിത്തിരിവ് ഗോകുലം ഗോപാലേട്ടനായിരുന്നു. അതിലൂടെയാണോ ഗോകുലം ഗോപാലേട്ടനിലൂടെയാണോ നരേന്ദ്രമോദിയിലേക്ക് എത്തുന്നത്? അല്ല, പിന്നീട് എന്നെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത് അന്നൊക്കെന്ന് വെച്ചാല് നിങ്ങൾക്ക് കേൾക്കണോ, ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ 20,000 രൂപക്ക് കൊടുക്കുന്ന ഫോട്ടോ അന്ന് ഞാൻ 2,000 രൂപക്കായിരുന്നു കൊടുത്തിരുന്നത്. അതുമല്ല, അന്ന് ഞാൻ ഗ്ലാസിന്റെ മുകളിലൊക്കെ ആയിരുന്നു വരയ്ക്കല്. സ്റ്റാൻഡേർഡ് ആണ്, ഫ്രെയിം മാറ്റണ്ട്. അന്ന് 1.5 ഇഞ്ചിന്റെ ഫ്രെയിം ഒക്കെ കഴിഞ്ഞ് ഇടല്. ഇന്ന് അങ്ങനെയൊന്നും അല്ല, അങ്ങനത്തെ കുറെ മാറ്റങ്ങളുണ്ട്. അങ്ങനെ സുരേഷ് ഗോപി ചേട്ടനുമായിട്ടുള്ള കണക്ഷൻ അവിടെ തന്നെ നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഏട്ടനെ വിളിച്ചു നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറിയ ആഗ്രഹമല്ലേ അത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്ന്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഗൂഗിളിൽ ജസ്ന സലീം എന്നടിച്ച് നോക്കിയാൽ കാണാം 2016 വന്ന ന്യൂസ്. ജസ്ന സലീം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ പത്രങ്ങളിലും വന്നതായിരുന്നു. അന്ന് നാഷണൽ കൗൺസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും റെഡിയായ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് സമയത്തിന്റെ ഒരു ഇഷ്യൂ വന്ന് കൊടുത്തില്ല. പിന്നെ എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റിയില്ല. പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്ത ആള് പോകുന്നു, പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്ത ആള് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കൽ തുടങ്ങി. അപ്പൊ എനിക്ക് വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ഇത് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇക്കാക്ക ഗൾഫിൽ പോയി, എനിക്ക് പറ്റാണ്ടായി, നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ. അങ്ങനെ ഇരിക്കെ പിന്നീട് നമ്മുടെ തൃശ്ശൂർ വനിതാ ഒരു മീറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് വരുന്ന സമയത്ത് ഞാൻ MT രമേശ് ചേട്ടനെ വിളിച്ചു. രമേശ് ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രമേശ് ചേട്ടാ എനിക്ക് പ്രൈം മിനിസ്റ്റർക്ക് ഫോട്ടോ കൊടുക്കണമെന്നുണ്ട്. അവൻ്റെ മോളെ ഫസ്റ്റ് ലിസ്റ്റ് ഞങ്ങൾ ഇന്നലെ അയച്ചിട്ടേ ഉള്ളൂ, നീ ഒരു വാക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അരുണിനോട് പറഞ്ഞു, അരുണെ നമ്മൾ ഫോട്ടോയുമായിട്ട് ഇങ്ങനെ നിൽക്കുക, കണ്ടാ മൂപ്പര് എന്തായാലും നിർത്തും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരാളെ ഉള്ളു അടുത്ത്, അത് 10ആയി 100ആയി 1000ആയി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജസ്നിയല്ലേ ചോദിച്ച് ഫോട്ടോ എടുക്കാൻ വരുന്നോലും ഒക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു നിമിഷം ഇങ്ങനെ പതറിപ്പോയി. നേരെ സുരേഷ് ഗോപിനെ വിളിച്ചു. ചേട്ടാ എനിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ലിസ്റ്റിൽ വന്നില്ല, സെക്കൻഡ് ലിസ്റ്റ് കൊടുത്ത്, അല്ലെ എനിക്ക് കൊടുക്കാൻ പറ്റൂന്ന് കരുതി കൊറോണ ടെസ്റ്റ് വരെ ചെയ്ത് 2 മണിക്കാണ് MT രമേശ് ചേട്ടൻ പുലർച്ചെ 2 മണിക്കാണ് പറയുന്നത്, സെക്കൻഡ് ലിസ്റ്റിൽ നീ ഇല്ല എന്ന് പറയുന്നത്. കുമ്മനം രാജശേഖരൻ അല്ല, MT രമേശ്. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. നല്ലൊരു മനുഷ്യനാണ് മക്കളെ, അത്രയും നല്ലൊരു മനുഷ്യനെ ആ പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. BJP-യിലെ എല്ലാവരും നമ്മൾ നല്ലതായിട്ട് അംഗീകരിക്കുന്നു, പക്ഷെ അവരുടെ ആശയം ശരിയല്ല എന്നുള്ളവർ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. വർഗീയതയോട് സന്ധി ചെയ്യുന്നതിനെ എതിർക്കുന്നുള്ളൂ. മനുഷ്യനായി കാണാതെ മതം മാത്രം കലർത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. സുരേഷ് ഗോപിനെ ആർക്കെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? പുള്ളി ചെയ്യുന്ന ചാരിറ്റി, പുള്ളി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്കിഷ്ടമാണ്. പക്ഷേ എന്തൊക്കെ നല്ലതുണ്ടെന്ന് പറഞ്ഞാലും വർഗീയതയോട് സന്ധി ചെയ്യുന്ന RSS ഐഡിയോളജിയോട് വിശ്വസിക്കുന്നിടത്തോളം കാലം മറ്റ് നല്ല ഗുണങ്ങളെല്ലാം അതിൽ ചള്ളായി പോവാണ്, മോശമായി പോവാണ്. എനിക്ക് RSS-ന് അല്ലെ BJP-യോ നല്ല മതിപ്പുണ്ടായിരുന്നു. ആ മതിപ്പ് ഇവരായിട്ട് തന്നെ ഇല്ലാതാക്കിയതാണ്. RSS BJP-യോട് അന്നും ഇന്നും എനിക്ക് മതിപ്പില്ല. കാരണം അത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ മതപരമായിട്ട് ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ മറ്റൊരു മതങ്ങളെയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിൽ പോകുന്ന ആ ഒരു സമീപനം, ഭിന്നിപ്പിക്കുക, മനുഷ്യന്മാരെ തമ്മിൽ ഉള്ളിൻ്റെ മതം രണ്ടാക്കുക എന്ന സമീപനം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. സ്വന്തം അതാര് ചെയ്താലും തെറ്റാണെന്ന് ഞാൻ ഒരു ഒറ്റ ക്ലാരിഫിക്കേഷൻ കൂടി. അങ്ങനെ ചെയ്യുന്നത് മുസ്ലിം മതത്തിലെ SDP ആണെങ്കിലും, അങ്ങനെ ചെയ്യുന്ന ഹിന്ദു മതത്തിലെ RSS ആണെങ്കിലും, അങ്ങനെ ചെയ്യുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ കാസയാണെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ്. ആ 3 വിഭാഗവും ഒരു നാണയത്തിൻ്റെ ഇരുവശമെന്ന പോലെ ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മതം എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്നതും ഭിന്നിക്കപ്പെടുന്നതും. അതായത് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ തമ്മിൽ ഭിന്നിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ MT രമേശിനെയും ഈ നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ ഈ കുമ്മനം രാജശേഖരനെയും ഈ സുരേഷ് ഗോപിയെയൊക്കെ നമ്മൾ എതിർക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള വിരോധമല്ല, അവരുടെ ആശയത്തോടുള്ള വിരോധമാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഹൈന്ദവരുടെ ദൈവമാണ് കണ്ണന് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിം മതത്തിൽ നിന്ന് ഞാൻ ജനിച്ച് വളർന്ന രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇങ്ങനെ നിൽക്കുന്ന ഒരു മതത്തിൽ നിന്ന് കണ്ണന് വേണ്ടിയിട്ട് സ്വന്തം മതത്തെ ഉപേക്ഷിക്കുകയും സ്വന്തം മതത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്ത് വേണ്ടാന്നും വെച്ചിട്ട് കണ്ണൻ മതി എന്ന് പറഞ്ഞ് നടന്ന എന്നെ BJP-ക്കാരും RSS-കാരും ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു മനുഷ്യർ അവരെങ്ങനെ ഉപദ്രവിക്കുങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഈ കണ്ണനെ എന്ന് വെച്ച് നിൽക്കുകയാണ്. പേരാണ് പ്രശ്നം. പേരാണ് പ്രശ്നം. എൻ്റെ പേരായിക്കോട്ടെ, ഞാൻ പാതി ഹിന്ദു ആയി, അല്ലെ പാതി ഹിന്ദു എന്നല്ല, ഞാൻ മതം എന്നെ ഉപേക്ഷിച്ചു. കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ഞാൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചൊരു സംഭവമാണ്, എനിക്ക് മതമില്ല, ഞാൻ മനുഷ്യനായി എന്ന് പറഞ്ഞു.
എന്റെ മതം ഉപേക്ഷിച്ചാൽ മനുഷ്യനാവോ? അതെന്ത് കോൺസെപ്റ്റാണ്? മനുഷ്യനാവും. അതെങ്ങനെയാ? മതമുള്ള മനുഷ്യനല്ലേ ഞാൻ? മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മതവുമുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നീ ഇപ്പൊ പറഞ്ഞ പന്നിയിറച്ചി എന്തുകൊണ്ട് കഴിക്കുന്നില്ല? പന്നി അത് എന്റെ താല്പര്യമല്ലേ. പന്നിയിറച്ചി ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, പന്നിയിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി അല്ലെങ്കിൽ പോത്തിറച്ചി എനിക്ക് ഇഷ്ടമുള്ളതല്ലേ എനിക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് പന്നിയിറച്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് ബീഫ് ഇറച്ചി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. അടിച്ചേൽപ്പിക്കാൻ നോക്കാം, അതുകൊണ്ട് ഞാൻ മനുഷ്യനല്ലാതാവും. പന്നിയിറച്ചി തിന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാവും. തനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ നീ അതിന്റെ ഒരു കോളത്തിൽ എന്ത് പൂരിപ്പിക്കും? ഞാൻ ഇസ്ലാം മതവിശ്വാസി എന്ന രീതിയിൽ ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ്. പക്ഷെ എനിക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ മതത്തിൽ അവിടെ ഒന്നും പൂരിപ്പിക്കാൻ തയ്യാറല്ല. അല്ല, ഞാൻ അതിനോടൊന്നും മതമുള്ളവനും മതമില്ലാത്തവനും ഹിന്ദുവും ക്രൈസ്തനും പാഴ്സിയും സിഖനും ബുദ്ധനും ജൈനനും എല്ലാം വളരെ ഏകത്വത്തോടു കൂടി, നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന രാജ്യമാണ്. താങ്കൾ മതത്തിൽ വിശ്വസിക്കാത്തതിന് താങ്കളോട് എതിർക്കാൻ ആർക്കും അവകാശമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മതത്തിലെ പക്ഷേ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, മതം ഇല്ലാത്തവൻ അതുകൊണ്ടാണ് ഞാൻ മനുഷ്യനായതെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. മതമുള്ളവനും മനുഷ്യനാണ്. ഞാൻ മതമുള്ള ആളാണ്. ഈ വ്യക്തി ഇവൻ ക്രിസ്തീയ വിശ്വാസിയാണ്, അവൻ ക്രിസ്തീയ വിശ്വാസിയാണ്, അവൻ ഹൈന്ദവ വിശ്വാസിയാണ്, ഞാൻ ഇസ്ലാം മതവിശ്വാസി. ഞങ്ങളൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യനല്ലാതാവും. അല്ല, താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എന്നോട് ഒരാള് നീ ഏതാണ് മതം എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന എന്റെ മതം പറയുന്നത് മനുഷ്യൻ എന്നുള്ളതാണ്. ഞാൻ അത് മാത്രമേ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചേച്ചി. എല്ലാ മതവും പഠിപ്പിക്കുന്നത് സ്നേഹവും സഹനവും സമാധാനവും സാഹോദര്യം സന്തോഷവുമാണ്. എല്ലാ മതവും അതാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയാം പ്രശ്നം. തീവ്രവാദികളെ കാണും. തീവ്രവാദികൾ ഇസ്ലാം മതവിശ്വാസികളല്ല. എല്ലാ തീവ്രവാദികളും ഇപ്പം RSS ഒരു തീവ്രമായിട്ട് ചിന്തിക്കുന്ന, അതായത് എല്ലാ മതത്തിലും തീവ്രമായിട്ട് ചിന്തിക്കുന്നവരും എന്നാൽ മതവിശ്വാസികളും ഉണ്ട്. ഈ ഹിന്ദുത്വമല്ല ഹിന്ദുയിസം അല്ല ഹിന്ദുത്വം. ഹിന്ദുത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് RSS ഐഡിയോളജിയാണ് ഹിന്ദുത്വം. ഹിന്ദുത്വമാണോ ഹിന്ദു? അല്ല. പറയട്ടെ. ഇസ്ലാം എന്ന് പറയുന്നത് ഈ ISIS-ഉം അല്ലെങ്കിൽ ഈ ലഷ്കർ-ഇ ത്വയ്ബയും ഈ താലിബാനും ചെയ്യുന്നതല്ല ഇസ്ലാമിസം. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ തന്നെ ഈ കാസ പറയുന്ന അല്ല ക്രിസ്ത്യാനിറ്റി. എല്ലാ മതവും ആത്യന്തികമായിട്ട് പറയുന്നത് മനുഷ്യൻ സഹോദരനായിട്ട് സാഹോദര്യത്തോടുകൂടി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവരാരും എന്നെ സഹോദരനും സഹോദരിയുമായിട്ട് കാണാൻ? ആരാണ് കാണാത്തത്? എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കൂ. ഒരു മനുഷ്യൻ അതല്ലേ പ്രശ്നം. ജനറലൈസ് ചെയ്യുന്നത് ബഹുജനം പലവിധം കമന്റ് ഇടുന്നവർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ജസ്ന സലീമിന്റെ ഒരു ഫോട്ടോയുടെ കീഴിൽ ഒരു 1000 കമന്റ് വന്നു കൂട്ടുക. അതിലൊരു 800 കമന്റ് മോശമായിരിക്കും, 200 കമന്റ് പോസിറ്റീവ് ആയിരിക്കും. ആ 800 കമന്റ് ഇട്ടവരും ഈ 3.5 കോടി ജനങ്ങളുടെ ഒരു പ്രതിനിധി മാത്രമേ ഉള്ളൂ. 800 പേർ. അതൊരു സംഖ്യയാണോ? അതൊരു സംഖ്യയാണ്. അതുകൊണ്ട് എന്നെ എല്ലാവരും അംഗീകരിക്കുന്നില്ല, എന്നെ ക്രൂശിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ കമന്റ് ഇടുന്നവർ അങ്ങനെ ഇട്ടോണ്ടേയിരിക്കും. അത് ഇട്ടോട്ടെ എന്ന് ചിന്തിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ അണ്ടനും അടകോടനും ഈ യൂട്യൂബ് ഉള്ള കാലമാണ് ഈ ഒരു കാലം. എല്ലാരും ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്കും ഇപ്പൊ യൂട്യൂബ്. പണ്ട് വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്കും വാഹനമായിരുന്നു. ഇന്ന് 5 പേരുണ്ട്, 5 പേർക്കും യൂട്യൂബ് ആണ്. അപ്പൊ ഈ യൂട്യൂബില് ഇസ്ലാം മതത്തെ പുകഴ്ത്തി പറയുന്ന കുറേ മൊണ്ണകള് തന്നെ ഞാൻ പറയും. നല്ല അസൽ മൊണ്ണകളുണ്ട്. പറയട്ടെ. അപ്പൊ ഇവര് യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നു വെക്കും. ജസ്ന തട്ടം ഉപേക്ഷിച്ചാൽ ഞങ്ങൾക്ക് എന്താ? ജസ്ന പോയിക്കോട്ടെ. ജസ്ന പോയാ ഇസ്ലാം എന്താ നശിച്ചു പോവോ? ഇവർക്ക് ജസ്ന പോയത് പ്രശ്നമില്ലേ, പിന്നെ ഇവരെന്തിന് ജസ്നെ പറ്റി സംസാരിക്കണം? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. ഞാൻ മതത്തിൽ നിന്ന് ഒരാൾ പോയത് കൊണ്ട് ഇവർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരാനില്ലെങ്കിൽ വീണ്ടും 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 ഈ മതത്തിനെ പറഞ്ഞാൽ ഇവർ എന്തിന് എന്റെ പേരെടുത്തിടണം? അത് വളരെ വ്യക്തമായിട്ടൊരു ചോദ്യമാണ്. അത് ഞാനല്ല ഉത്തരം പറയേണ്ടത്. അത് ചിലപ്പോൾ അവരുടെ റീച്ചിന് വേണ്ടിയും അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്രോതസ് ആയതുകൊണ്ടായിരിക്കും. ഇവര് അത്രമേൽ മതം ഇങ്ങനെ തലക്ക് പിടിച്ചിട്ടുള്ള ആളാണെങ്കിൽ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടുണ്ടോ? ഇനിയിപ്പോ ഞാൻ തട്ടം ഉപേക്ഷിച്ചു. അതിൻ്റെ ഞാൻ പറയാം, ഞാൻ ഒരു മതവിശ്വാസിയാണ്, മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി മതം ഉപേക്ഷിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഹേർട്ടാവുന്നുണ്ടോ? എനിക്കൊരു ഹേർട്ടുമില്ല. അത് വ്യക്തിപരമായിട്ടുള്ള താങ്കളുടെ താല്പര്യമാണ്. താങ്കൾ ഉപേക്ഷിച്ചാൽ താങ്കൾക്ക് പോയി, ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. അത്
എന്റെ ചിന്താഗതി ചെയ്യുന്ന ഫലം താൻ അനുഭവിക്കും. അത്രേ ഉള്ളൂ. അതിന് മറ്റൊരാൾക്ക് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയെ ക്രൂശിക്കാനോ എയറിൽ കയറ്റിയിരുത്താനോ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് സഞ്ചരിപ്പിക്കാനോ അവകാശമില്ല. ഇഷ്ടമാണ്. അത് ജസ്ന സലീമിന്റെ ഇഷ്ടമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. വേണമെങ്കിൽ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ കാരണം അതിന് കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരു വ്യക്തി നല്ലൊരു ഈ മതപഠനം അറിയാവുന്ന അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഗ്രാഹ്യമുള്ള ഒരാൾ വേണമെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് ക്ലാസ് ഒക്കെ എടുക്കാം.